Yes, dear students, Sapphire Future Academy Board Booster Series. അപ്പോൾ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ജെനറ്റിക്സിന്റെ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണ് പഠിച്ചത്. ടുഡേ we are going to discuss about dihybrid cross. Chapter name അറിയാലോ, Principle of Inheritance and Variation. ജെനറ്റിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഡൈഹൈബ്രിഡ് ക്രോസ്. ഡൈ എന്ന് പറഞ്ഞാൽ എന്താ? 2. അപ്പൊ ഡൈഹൈബ്രിഡ് ക്രോസ് എന്തായിരിക്കും? ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ് ആണ്. മോണോഹൈബ്രിഡ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഇൻഹെറിറ്റൻസ് ഓഫ് 1 ജീൻ അല്ലേ? നമ്മൾ എടുത്ത ക്യാരക്ടേഴ്സ് ഏതൊക്കെയാണ്? ഹൈറ്റ് ആയിരുന്നു ക്യാരക്ടർ. അതിന്റെ ഡിഫറെന്റ് ട്രൈറ്റ്സ് ഏതൊക്കെയാണ്? ടോൾ, ഡ്വാർഫ്. ടോൾ ഈസ് ഡോമിനന്റ് ആൻഡ് ഡ്വാർഫ് ഈസ് റെസസീവ്. ഓക്കെ, അതെല്ലാം ഓർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ന് നമുക്ക് അടുത്തത് നോക്കാം. യെസ്, മെൻഡൽസ് ഡൈഹൈബ്രിഡ് എക്സ്പെരിമെന്റ് ഓൺ പീ പ്ലാന്റ്. പ്ലാന്റ് സെയിം തന്നെയാണ്, പൈസം സറ്റൈവം. ഇവിടെ എടുത്തിരിക്കുന്നത് ഡൈഹൈബ്രിഡ് 2 ക്യാരക്ടേഴ്സ് ആണ് എടുത്തിരിക്കുന്നത്. 2 characters were used in this cross. അതുകൊണ്ടാണ് ഇതിനെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. ലുക്ക്, മെൻഡൽ ക്രോസ് 2 pea plant with a set of 2 contrasting characters. For example, the seed color and seed shape. Seed color and seed shape. നോക്കുക, seed color is the character. Seed colorന് 2 traits ആണ്. ഏതൊക്കെയാണ് 2 trait? Yellow, green അല്ലേ? Yellow is dominant, green is recessive. ഇനി seed shape. Which are the 2 traits of seed shape? Round and wrinkle. Round is dominant and wrinkle is recessive. അപ്പോൾ 2 characters ആണ് ഇവിടെ എടുത്തിരിക്കുന്നത്. സീഡ് കളറും സീഡ് ഷേപ്പും. ഏത് ക്യാരക്ടേഴ്സ് വേണമെങ്കിലും എടുക്കാം, നമ്മൾ ഇത് രണ്ടും എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, he crossed a pea plant with round green seed with one having yellow wrinkled seed. The plant obtained in the F1 generation were then self-crossed, and the phenotypic ratio of the plant obtained in F2 is known as Mendelian dihybrid ratio, which came out to be 9:3:1. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? റൗണ്ട് ഗ്രീൻ സീഡും യെല്ലോ റിങ്കിൾ സീഡ് എന്നാണ്. അതായത് ഇവിടെ റൗണ്ട് എന്ന് പറയുന്നത് ഡോമിനന്റും ഗ്രീൻ എന്ന് പറയുന്നത് റെസസീവുമാണ്. ഇവിടെ നോക്കുക, യെല്ലോ എന്ന് പറയുന്നത് ഡോമിനന്റും റിങ്കിൾ എന്ന് പറയുന്നത് റെസസീവുമാണ്. ഞാൻ ഇവിടെ എടുക്കാൻ പോകുന്നത് ട്രൂ ബ്രീഡിംഗ് വെറൈറ്റീസ് ആണ്. അതായത് പ്യുവർ ലൈൻസ് ആയിട്ടുള്ള 2 ഡോമിനന്റിനെ തമ്മിലാണ് ഞാൻ ഇവിടെ ക്രോസ് ചെയ്യിക്കാൻ പോകുന്നത്. അതായത് റൗണ്ട് യെല്ലോ, രണ്ടും ഡോമിനന്റ് ക്യാരക്ടർ അല്ലേ? നോക്കൂ, റൗണ്ട് ഡോമിനന്റ് ആണ്, യെല്ലോ ഡോമിനന്റ് ആണ് അല്ലെ? അതായത് ഷേപ്പ് ഓഫ് ദ സീഡും കളർ ഓഫ് ദി സീഡും. ഇനി റെസസീവ് എന്ന് പറയുമ്പോ ഏതൊക്കെയായിരിക്കും? അപ്പൊ ഇത് റൗണ്ട് യെല്ലോ ആൻഡ് റിങ്കിൾ ഗ്രീൻ. രണ്ടും പ്യുവർ ലൈൻസ് ആണ്. റൗണ്ട് ഡോമിനന്റ് എന്ന് റൗണ്ട് യെല്ലോ എന്ന് പറയുന്നത് ഡോമിനന്റ് പ്യുവർ ലൈനും റിങ്കിൾ ഗ്രീൻ എന്ന് പറയുന്നത് റെസസീവ് പ്യുവർ ലൈൻസ്. അപ്പൊ അതിന്റെ ജീനോടൈപ്പ് നോക്കുക. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ. ഡോമിനന്റ് ആണല്ലോ, ഡോമിനന്റ് ആയതുകൊണ്ടാണ് ക്യാപിറ്റൽ ലെറ്റർ. അതിന്റെ സ്മോൾ ലെറ്റേഴ്സ് ആണ് എന്തിനു വേണ്ടത്? റെസസീവിന് വേണ്ടത്. അപ്പൊ എങ്ങനെ എഴുതും? സ്മോൾ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ. ഓക്കെ, ഇതാണ് ഇതിന്റെ ജീനോടൈപ്പ്. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ. ഇനി ഇതിൽ നിന്നും എന്ത് ഫോം ചെയ്യണം? ഗാമീറ്റ്സ് ഫോം ചെയ്യണമല്ലോ. ഡൈഹൈബ്രിഡ് ആയതുകൊണ്ട് 2 ക്യാരക്ടേഴ്സ് ഉള്ള ഗാമീറ്റ് വേണം ഫോം ചെയ്യാനായിട്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ ഗാമീറ്റ് എഴുതുമ്പോൾ ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ഇതാണ് ഇതിന്റെ ഗാമീറ്റ് എന്ന് പറയുന്നത്. സെപ്പറേറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല. ക്യാപിറ്റൽ ആർ
ഒരു ഗ്യാമീറ്റ്, ക്യാപിറ്റൽ വൈ ഒരു ഗ്യാമീറ്റ്, അങ്ങനെ എഴുതാൻ പാടില്ല. കാരണം എന്തുകൊണ്ടാ? ഇത് ഡൈ ഹൈബ്രിഡ് ക്രോസ് ആണ്. 2 characters are taken at a time. ഓക്കെ, ഒരേ സമയത്ത് 2 ക്യാരക്ടേഴ്സ് നമ്മൾ എടുത്തത് കൊണ്ട് രണ്ടും ഒരുമിച്ചേ എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഇതിന്റെ എന്തായിരിക്കും ഗ്യാമീറ്റ്? സ്മോൾ ആർ സ്മോൾ വൈ. ഒരൊറ്റ തരത്തിലെ ഗ്യാമീറ്റെ ഫോം ചെയ്യുള്ളൂ. കാരണം എന്തുകൊണ്ടാണ്? ഇത് ഹോമോസൈഗസ് കണ്ടീഷൻ ആണ്. രണ്ടും ഹോമോസൈഗസ് ആണ് അല്ലെ? രണ്ടും ഹോമോസൈഗസ് ആണ്. അലീൽസ് എഴുതിയിരിക്കുന്ന നോക്കുക, ഒരേപോലെയുള്ള അലീൽസ് ആണ്. ദെൻ ഫെർട്ടിലൈസേഷൻ നോക്കുക, എന്താ ഫോം ചെയ്യുന്നത്? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ, ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ സ്മോൾ വൈ എന്ന് എഴുതാൻ പാടില്ല. രണ്ട് ഒരു അലീൽസ് അല്ലെ, ഒരു ജീന്റെ 2 അലീൽസ് എപ്പോഴും അടുപ്പിച്ച് എഴുതാൻ പാടുള്ളൂ. അതുകൊണ്ടാണ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ദിസ് ഈസ് ദ ജീനോടൈപ്പ്. ഇതാണ് F1 ജനറേഷൻ, ഫസ്റ്റ് ഫിലിയൽ ജനറേഷൻ. വാട്ട് ഈസ് ദ ഫീനോടൈപ്പ് ഓഫ് ദിസ് F1 പ്രോജനി? ഇതിന്റെ ഫീനോടൈപ്പ് എന്തായിരിക്കും? ക്യാപിറ്റൽ ആറും ഉണ്ട്, ക്യാപിറ്റൽ വൈയും ഉണ്ട്. ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും വന്നതുകൊണ്ട് ഇത് ഡോമിനന്റ് ആണല്ലോ എന്ന് പറയുമ്പോൾ ഇതിനകത്തുള്ള ഓൾ പ്ലാന്റ്സ് ആർ, എല്ലാ പ്ലാന്റ്സിന്റെയും ഫീനോടൈപ്പ് എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോ. കണ്ടോ? റൗണ്ട് യെല്ലോ. അപ്പോ 2 പ്യുവർ ലൈൻസ് എടുത്തു. ആ പ്യുവർ ലൈൻസിനെ തമ്മിൽ എന്ത് ചെയ്തു? നമ്മൾ ക്രോസ് പോളിനേഷൻ നടത്തി. അതിൽ നിന്നും കിട്ടിയ F1 പ്രോജനി എന്ന് പറയുന്നത് ഓൾ പ്ലാന്റ്സ് വേർ, എല്ലാ പ്ലാന്റ്സും എന്തായിരുന്നു? റൗണ്ട് യെല്ലോ ആയിരുന്നു. അപ്പൊ എവിടെ പോയി റിങ്കിൾ ഗ്രീൻ? എവിടെ പോയി? എവിടെയാ പോയത്? നമ്മള് മോണോഹൈബ്രിഡ് പറഞ്ഞതുപോലെ തന്നെ സെയിം തന്നെ. ഇവിടെ റിങ്കിൾ ഗ്രീൻ കാണുന്നില്ല, യെല്ലോ റൗണ്ട് യെല്ലോ മാത്രമേ ഉള്ളൂ. മെന്റൽ ഇനി എന്ത് ചെയ്യാൻ പോവുകയാണ്? ഈ F1 പ്രോജനിയെ സെൽഫിങ്, അതായത് സെൽഫ് പോളിനേഷൻ നടത്താൻ പോവുകയാണ്. F1 പ്രോജനിയെ സെൽഫ് പോളിനേഷൻ നടത്തുക എന്ന് പറഞ്ഞാൽ എന്താ? ഇതാണല്ലോ F1 എന്ന് പറയുന്നത്. ഇതിനെന്ത് ചെയ്യും? ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. സെൽഫിംഗ് ആണ്, സെയിം തന്നെ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. സെൽഫിംഗ്. ഇങ്ങനെ സെൽഫിംഗ് നടത്തുമ്പോൾ ഇതിൽ നിന്നും ഉണ്ടാകുന്ന ഗമീറ്റ്സ്, എത്ര ഗമീറ്റ്സ് കിട്ടുന്നു അതാണ് ഞാൻ ആ താഴെ ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. നോക്കുക, ഈ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയേ. ഹൗ മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗമീറ്റ്സ് മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഓർഗാനിസം വിത്ത് ദ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ അല്ലേ? അത് തന്നെയല്ലേ എഴുതിയിരിക്കുന്നേ. അതിൽ നിന്നും എത്ര ഗമീറ്റ്സ് കിട്ടും? ഇത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഫോർമുലയുണ്ട്. അതായത് 2n. ഇതാണ് അതിന്റെ ഫോർമുല. 2n. n എന്ന് പറയുന്നത്, ഈ n എന്ന് പറയുന്നത് n ഈസ് നമ്പർ ഓഫ് ഹെറ്ററോസൈഗോട്സ്. നമ്പർ ഓഫ് ഹെറ്ററോസൈഗോട്ട്. 2n, അതായത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഹെറ്ററോസൈഗോസ്. ഇനി ഇവിടേക്ക് വാ. ഇവിടെ എത്ര ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ഉണ്ട്? ഇതൊരു ഹെറ്ററോസൈഗസ് ആണല്ലോ. ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. 2 ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണല്ലോ. 2 ഹെറ്ററോസൈഗസ് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ 2 ക്ലിയർ? 2 എന്ന് പറഞ്ഞാൽ എന്താ? 4. അപ്പൊ എത്ര ഗമീറ്റാ കിട്ടുന്നത്? 4 ഗമീറ്റ്. അപ്പൊ ഇവിടെ നോക്കുക, ഇത് തന്നെയല്ലേ എഴുതിയിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൗ മെനി ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഗമീറ്റ് മേ ബി പ്രൊഡ്യൂസ്ഡ് ബൈ ആൻ ഓർഗാനിസം വിത്ത് ദ ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. എങ്ങനെ കണ്ടുപിടിച്ചത്? നമ്പർ ഓഫ് ഗമീറ്റ് കണ്ടുപിടിക്കാനായിട്ട് 2n. ഇടക്ക് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. 2n. n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഹെറ്ററോസൈഗോട്ട് ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഹെറ്ററോസൈഗോട്ട് 2, കണ്ടോ? ഇതൊന്ന് അങ്ങനെ 2 ഹെറ്ററോസൈഗസ് കണ്ടീഷൻ ആണ്. അപ്പൊ 2 that is 4 gametes are produced
അതിന്റെ താഴെ കൊടുത്തിട്ടുണ്ട് ജീനോടൈപ്പ് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ will undergo independent assortment and segregation to produce gametes with a single allele for each trait. Capital R, capital Y, small y can produce the following type of gamete. A gamete ആണ് capital R, capital Y, capital R, small y, small r, capital Y, small r, small y. 4 different types of gamete. അത് നോക്കിക്കോളത് എങ്ങനെയാണ് കേട്ടോ. ഞാനതെടുത്ത് എഴുതുകയാണ്. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. F1 പ്രോജനിയാണ് അല്ലെ. ഇതില് 4 ടൈപ്സ് ഓഫ് ഗമീറ്റ് കിട്ടിയത് എങ്ങനെയാണ്? 2n. n എന്ന് പറഞ്ഞാൽ എന്താണ്? 2 ഹെറ്ററോസൈഗോട്ട് നമ്പർ ആണ്. അപ്പൊ 2 4 എങ്ങനെയാണ്? ഒന്നാമത്തെ ഗമീറ്റ് എന്ന് പറയുന്നത് ഇതൊരു ക്യാരക്ടർ, ഇതൊരു ക്യാരക്ടർ. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ഫസ്റ്റ് ഗമീറ്റ്. സെക്കൻഡ് ഗമീറ്റ് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ. തേർഡ് ഗമീറ്റ് എന്ന് പറയുന്നത് സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ. ഫോർത്ത് എന്ന് പറയുന്നത് സ്മോൾ ആർ, സ്മോൾ വൈ. അപ്പോ ഇത് തമ്മിൽ നമ്മൾ ഇനി ഫെർട്ടിലൈസേഷൻ ചെയ്യാൻ പോവുകയാണ്. ഇപ്പൊ F1 പ്രോജനീസ് കിട്ടി. F1 പ്രോജനീസിലെ എല്ലാ പ്രോജനീസും റൗണ്ട് യെല്ലോ ആയിരുന്നു. അതായത് ഡോമിനന്റ് ക്യാരക്ടറാ കിട്ടിയത്. റെസസീവ് ക്യാരക്ടർ അവിടെ കിട്ടിയില്ല. അപ്പൊ മെന്റൽ വീണ്ടും ആ F1 പ്രോജനീസിനെ സെൽഫിങ് ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിനിടയ്ക്ക് ഗമീറ്റുകൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അതിനെ കുറിച്ചാണ് നമ്മൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, നോക്കിക്കോളൂ. നോക്കിക്കോട്ടോ. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ ക്രോസ് വിത്ത് സെൽഫിംഗ് ആണ്. ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഗമീറ്റ്സ് 4 ടൈപ്സ് ഓഫ് ഗമീറ്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ കണ്ടത് ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ, സ്മോൾ വൈ. സെയിം ഗമീറ്റ് തന്നെ ഇവിടെയും ഫോം ചെയ്യും. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ, സ്മോൾ വൈ. ഇനി ഇതിനെ നമ്മൾ ഒരു ചെക്കർ ബോർഡ്, പണറ്റ് സ്ക്വയർ എന്ന് പറയും. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. അത് വെച്ചിട്ട് ചെക്കർ ബോർഡ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. നോക്കിക്കോ. ഇത് നമ്മൾ മെയിൽ ഫീമെയിൽ ഈ ഗമീറ്റ് മേളിൽ എഴുതുകയാണ്. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ, സ്മോൾ വൈ. ഈ ഗമീറ്റ് ഇവിടെയും എഴുതുകയാണ്. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ, സ്മോൾ വൈ. 2 ഗമീറ്റ് എഴുതിയല്ലോ. ഇനി ഫെർട്ടിലൈസേഷൻ. ഇത് രണ്ടും ഫെർട്ടിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ. ഇത് രണ്ടും നോക്കൂ. ഇനി ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ദീസ് 2 ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ. ഇത് രണ്ടും ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഇങ്ങനെ എല്ലാം നമ്മൾ ഓരോന്നായിട്ട്. ഇനി അടുത്തത് ഇതും ഇതും. ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ, ക്യാപിറ്റൽ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ. ദെൻ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, സ്മോൾ വൈ, സ്മോൾ വൈ. അടുത്തത് ഇത് തമ്മിൽ ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ദെൻ സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ വൈ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ. ഇനി ഇത് രണ്ടും ക്യാപിറ്റൽ ആർ, സ്മോൾ ആർ, ക്യാപിറ്റൽ വൈ, സ്മോൾ വൈ, ക്യാപിറ്റൽ ആർ,
small r, small y, small y, small r, capital Y, small y, small r, small y, small y. These all are the genotype of the progeny. 16 progenies ആണ്. 16 progeniesന്റെ genotype ആണിത്. ഇനി അതിന്റെ ഫീനോടൈപ്പ് എന്താന്ന് നമ്മൾ അറിയണം. നമ്മൾ പറഞ്ഞു F2-ലെ ഫീനോടിപ്പിക് റേഷ്യോ കിട്ടിയത് 9:3:3:1 എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഈ 9:3:3:1? ഇതിനകത്ത് നോക്കുക, നമ്മൾ എടുത്ത പാരന്റ് ഏതാ? റൗണ്ട് യെല്ലോയും. ഫസ്റ്റ് എടുത്ത പാരന്റ്സ് ഏതാ? റൗണ്ട് യെല്ലോയും പിന്നെ റിങ്കിൾ ഗ്രീനും അല്ലേ? റൗണ്ട് യെല്ലോ, റിങ്കിൾ ഗ്രീൻ. റൗണ്ട് യെല്ലോ എത്ര എണ്ണം ഉണ്ട് നോക്കിയേ. റൗണ്ട് യെല്ലോ എത്ര എണ്ണം ഉണ്ട് നോക്കുക. ദേ ഇത് റൗണ്ട് യെല്ലോ 1, ഇതും റൗണ്ട് യെല്ലോ 2, 3, 4, 5, 6, 7, 8, 9. റൗണ്ട് യെല്ലോ വരണമെങ്കിൽ ഒരു ക്യാപിറ്റൽ ആർ മസ്റ്റ് ആണ്, ഒരു ക്യാപിറ്റൽ വൈ മസ്റ്റ് ആണ് അല്ലെ? ലോ ഓഫ് ഡോമിനൻസ്. അപ്പൊ നോക്ക, 9 റൗണ്ട് യെല്ലോ കിട്ടി. 9. ഇനി നമുക്ക് വേണ്ടത് റിങ്കിൾ ഗ്രീൻ ആണ്. റിങ്കിൾ ഗ്രീൻ എന്ന് പറഞ്ഞാൽ രണ്ടും റെസസീവ് ആണല്ലോ. എന്ന് പറഞ്ഞാൽ ഹോമോസൈഗസ് കണ്ടീഷൻ വേണ്ടേ? നോക്കിയേ, റിങ്കിൾ ഗ്രീൻ കിട്ടിയിരിക്കുന്ന എവിടെയാണെന്ന്. ഇത് മാത്രമേ റിങ്കിൾ ഗ്രീൻ ഉള്ളൂ. 2 സ്മോൾ ആർ വന്നാലേ റിങ്കിൾ വരുള്ളൂ, 2 സ്മോൾ വൈ വന്നാലേ ഗ്രീൻ വരുള്ളൂ. കാരണം റിങ്കിൾ ഗ്രീൻ അത് രണ്ടും റെസസീവ് ക്യാരക്ടർ ആണ്. അണ്ടർസ്റ്റുഡ്? അപ്പൊ അതുകൊണ്ട് എത്രയുള്ളൂ? ഒരെണ്ണേ ഉള്ളൂ. അപ്പൊ നിങ്ങൾ നോക്ക, ഇത് കൂടാതെ കുറെ ജീനോടൈപ്പ് ഇതിനിടയ്ക്കുണ്ട്. അവര് പുതിയതായിട്ട് വന്ന കോമ്പിനേഷൻ ആണ്. ആരാണ് ആ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്? ആരൊക്കെയാണ് ആ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത്? നോക്ക, ഇവരെ തന്നെ നോക്കിക്കോ. ഇതെന്താ? ക്യാപിറ്റൽ ആർ വന്നു. ക്യാപിറ്റൽ ആർ വരിക എന്ന് പറഞ്ഞാൽ അത് റൗണ്ട് ആണ്. 2 സ്മോൾ വൈ വന്നു. അപ്പൊ അതെന്താ? റൗണ്ട് ഗ്രീൻ ആണ്. അപ്പൊ ഞാൻ എഴുതാൻ പോവുകയാണ് റൗണ്ട് ഗ്രീൻ. റൗണ്ട് ഗ്രീൻ. റൗണ്ട് ഗ്രീൻ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. ദേ ഇത് റൗണ്ട് ഗ്രീൻ ആണ്. പിന്നെ ഏതൊക്കെയുണ്ട് റൗണ്ട് ഗ്രീൻ? ഇത് റൗണ്ട് ഗ്രീൻ ആണ് അല്ലേ? ഇതും റൗണ്ട് ഗ്രീൻ ആണ്. വേറെ ഉണ്ടോ നോക്കാം. 1, 2, 3. അപ്പൊ റൗണ്ട് ഗ്രീൻ എത്ര എണ്ണമാണ്? 3. അപ്പോഴും ഇനി ബാക്കി കിടപ്പുണ്ടല്ലോ 3 ജീനോടൈപ്പ്. ഈ ജീനോടൈപ്പ് ആരാണെന്ന് അറിയണ്ടേ? ഇതെന്താണത്? 2 സ്മോൾ ആർ വരുമ്പോ റിങ്കിൾ, ക്യാപിറ്റൽ വൈ വന്നാൽ അത് എന്തായി? റിങ്കിൾ യെല്ലോ അല്ലേ? അപ്പൊ അത് എത്ര എണ്ണം ഉണ്ടെന്നാണ് ഇനി നമ്മൾ അറിയേണ്ടത്. റിങ്കിൾ യെല്ലോ എത്ര എണ്ണം ഉണ്ടെന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കിക്കോ, ഇത് റിങ്കിൾ യെല്ലോ ആണല്ലോ 1, ഇത് റിങ്കിൾ യെല്ലോ ആണല്ലോ 2, ഇതും റിങ്കിൾ യെല്ലോ ആണല്ലോ 3. എന്ന് പറഞ്ഞാൽ റിങ്കിൾ യെല്ലോ, റിങ്കിൾ യെല്ലോ 3. അപ്പൊ നിങ്ങൾ നോക്കിയേ, നമ്മളെടുത്ത പാരന്റ്സ് എന്ന് പറയുന്നത് റൗണ്ട് യെല്ലോയും റിങ്കിൾ ഗ്രീനുമായിരുന്നു. പക്ഷേ വി ഗെറ്റ് 2 ന്യൂ കോമ്പിനേഷൻസ്. 2 പുതിയ കോമ്പിനേഷൻസ് നമുക്ക് കിട്ടി. ആ പുതിയ കോമ്പിനേഷൻസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? റൗണ്ട് ഗ്രീനും റിങ്കിൾ യെല്ലോയും. ഇതാണ് നമ്മൾ പറഞ്ഞത് ഇതിന്റെ ഫീനോടിപ്പിക് റേഷ്യോ എന്ന് പറയുന്നത്. ഇതിന്റെ ഫീനോടിപ്പിക് റേഷ്യോ, ഡൈഹൈബ്രിഡിന്റെ ഫീനോടിപ്പിക് റേഷ്യോ, ഫീനോടൈപ്പ് റേഷ്യോ എന്ന് പറയുന്നത് 9:3:3:1. 9:3:3:1. അതിൽ 9 എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ആദ്യത്തെ പാരന്റ് ഡോമിനന്റ് റൗണ്ട് യെല്ലോ. ഇനി 1 എന്ന് പറയുന്നത് നമ്മൾ എടുത്ത മറ്റൊരു റെസസീവ് പാരന്റ്, അത് റിങ്കിൾ ഗ്രീൻ. ഇത് കൂടാതെ പുതിയ കോമ്പിനേഷൻ റൗണ്ട് ഗ്രീനും അതുപോലെ തന്നെ റിങ്കിൾ യെല്ലോ. ഇതിൽ നിന്നും മെന്റൽ നമുക്ക് മറ്റൊരു പുതിയൊരു ലോ നമുക്ക് പറഞ്ഞു തരികയാണ്.
ആ ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ഈ ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസിന് പഠിച്ച ലോസ് ഇല്ലേ, ഏതൊക്കെയാ? ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ഇത് രണ്ടും ഇതിന് ആപ്ലിക്കബിൾ ആണ്. ഇത് കൂടാതെ ഡൈഹൈബ്രിഡ് ക്രോസിൽ നിന്ന് മെൻഡൽ എക്സ്പ്ലെയിൻ ചെയ്ത ന്യൂ ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. അതാണ് ഇനി പറയാൻ പോകുന്നത്. ഇത് ക്ലിയർ ആയല്ലോ? റേഷ്യോ നോക്കുക. ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ഉണ്ട്, അത് അണ്ടർസ്റ്റുഡ് ആണ്. അത് മെന്റലിൽ ആദ്യം പറഞ്ഞു തന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ പറഞ്ഞ പുതിയ ലോയാണ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ്. തേർഡ് ലോ, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ്. ഇത് എന്തിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ഇൻഹെറിറ്റൻസ് ഓഫ് 2 ജീൻസ്. അതുകൊണ്ടാണ് അതിനെ ഡൈഹൈബ്രിഡ് ക്രോസ് എന്ന് പറയുന്നത്. വിച്ച് സ്റ്റേറ്റ്സ് ദാറ്റ് when 2 pairs of contrasting traits are combined in a hybrid, 2 pair of contrasting traits ഒരു ഹൈബ്രിഡിൽ വന്നു കഴിഞ്ഞാൽ segregation of 1 pair of character is independent of other pair of character. എന്ന് പറഞ്ഞാൽ എന്താ? സപ്പോസ് റൗണ്ട് യെല്ലോ നമ്മൾ എടുത്തു. റൗണ്ട് എപ്പോഴും യെല്ലോയുടെ കൂടി മാത്രമല്ല, റൗണ്ട് ആരുടെ കൂടെ കൂടി കമ്പൈൻ ചെയ്യും? ഗ്രീനിന്റെ കൂടെ കൂടി കമ്പൈൻ ചെയ്യും. അതായത് ഈ ക്യാരക്ടേഴ്സ്, ആ പെയർ ഓഫ് ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താ? അത് ഇൻഡിപെൻഡന്റ് ആണ്. ആൻഡ് കമ്പൈൻഡ് വിത്ത് അനദർ ക്യാരക്ടർ. ഇൻഡിപെൻഡന്റ് ആണെന്ന് മാത്രമല്ല, അവർ മറ്റൊരു ക്യാരക്ടറായിട്ട് അവർ കമ്പൈൻ ചെയ്യുകയും ചെയ്യും. അതാണ് ഇൻഡിപെൻഡന്റ് ഓഫ് അതർ പെയർ ഓഫ് ക്യാരക്ടർ. ദീസ് ഫാക്ടേഴ്സ് randomly rearrange in the offsprings producing both parental and new combination of character. The Punnett square എന്ന് പറഞ്ഞാൽ ഈ സ്ക്വയർ റെജിനാൾഡ് സി പണറ്റ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ഇത് ആദ്യമായി കണ്ടുപിടിച്ചത്. റെജിനാൾഡ് സി പണറ്റ്. അതുകൊണ്ടാണ് ഇതിനെ പണറ്റ് സ്ക്വയർ. ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ആണ്. Punnett square can be used to understand the independent during meiosis. നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ വരച്ച സെയിം തന്നെയാണ് ഇവിടെയും വരച്ചിരിക്കുന്നത്. ഇതിന്റെ റേഷ്യോ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. 9:3:3:1 ആണ്. അപ്പോൾ ഇതിന്റെ ജീനോട്ടിപ്പിക് റേഷ്യോ എന്താണ്? ജീനോട്ടിപ്പിക് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറയും 1:2:2:4:2:1:2:1 അങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ജീനോട്ടിപ്പിക് റേഷ്യോ ഫീനോട്ടിപ്പിക് എന്താണ്? 9:3:3:1. ഇതിന്റെ റേഷ്യോ നമ്മൾ 1:2:2:1:2:1:1:2:1. ഇതിനകത്ത് നമ്മൾ റൗണ്ട് എന്ന് പറയുന്നില്ലേ, നമ്മൾ ഫീനോട്ടിപ്പിക് റേഷ്യോ എടുത്തേ. ഫീനോട്ടിപ്പിക് റേഷ്യോയില് റൗണ്ട് യെല്ലോ എത്രയാണെന്നാ പറഞ്ഞത്? 9 അല്ലേ? 9. ഇതിന്റെ തന്നെ ജീനോട്ടിപ്പിക് റേഷ്യോ പറയണെങ്കിൽ നമ്മൾ പറയും 1:2:2:4 എന്ന് പറയും. 1:2:2:4 9 ആയില്ലേ നോക്കുക. ഈ 1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ വൈ. ഈ 4 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ. ഈ 2 എന്ന് പറയുന്നത് ഒരു ഹെട്രോസൈഗസും ഒരു ഹോമോസൈഗസും. അതിനെയാണ് ഈ 2 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ റൗണ്ട് യെല്ലോ കഴിഞ്ഞാൽ റൗണ്ട് ഗ്രീൻ്റെ ജീനോടൈപ്പ് എന്തായിരുന്നു? 3 അല്ലേ? അതിന്റെ ഫീനോടൈപ്പ് 1:2. അതുപോലെ തന്നെ റിങ്കിൾ യെല്ലോയുടെ ഫീനോടൈപ്പ് 3 ആണ്, ജീനോടൈപ്പ് 1:2. പിന്നെ റിങ്കിൾ ഗ്രീൻ നമുക്കറിയാലോ, റിങ്കിൾ ഗ്രീൻ 2 റെസസീവ് അല്ലേ? റിങ്കിൾ ഗ്രീൻ 2 റെസസീവ് ആയതുകൊണ്ട് അതിന്റെ ജീനോടൈപ്പും ഫീനോടൈപ്പും ഒക്കെ എന്ത് തന്നെയാണ്? 1 തന്നെയാണ്. ഇതാണ് നമ്മളിവിടെ 1:2:2:1:2 2:4:2:1:2:1 എന്ന് പറഞ്ഞത്. ഓക്കെ, ഇനി ഇത് കൂടാതെ ഒരു ടെസ്റ്റ് ക്രോസ് ഉണ്ട്. ടെസ്റ്റ് ക്രോസ്. അപ്പോൾ മോണോഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞു, ഡൈഹൈബ്രിഡ് ക്രോസ് കഴിഞ്ഞു. അതിന്റെ ഫീനോടൈപ്പ്, ജീനോടൈപ്പ്, പിന്നെ അതിൽ നിന്നും പ്രൂവ് ചെയ്ത ലോസ്.
മോണോഹൈബ്രിഡ് ക്രോസിൽ എക്സ്പ്ലെയിൻ ചെയ്ത രണ്ട് ലോസ് ആണ്, ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും. ലോ ഓഫ് സെഗ്രിഗേഷന് തന്നെ ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ് എന്ന് കൂടി പറയാറുണ്ട്. ലോ ഓഫ് പ്യൂരിറ്റി ഓഫ് ഗമീറ്റ്സ്. ഡൈഹൈബ്രിഡ് ക്രോസിൽ ലോ ഓഫ് ഡോമിനൻസും ലോ ഓഫ് സെഗ്രിഗേഷനും ആപ്ലിക്കബിൾ ആണ്. ഇത് കൂടാതെ ആര് കൂടിയുണ്ട്? ലോ ഓഫ് ഇൻഡിപെൻഡന്റ് അസോർട്ട്മെന്റ് കൂടിയുണ്ട്. ഇനി അടുത്തത് ടെസ്റ്റ് ക്രോസ്. അതും കൂടി ഒന്ന് നോക്കിക്കോളാം. ടെസ്റ്റ് ക്രോസ്, രണ്ടിന്റെയും ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസ്, ടെസ്റ്റ് ക്രോസ് കേൾക്കുമ്പോൾ തന്നെ എന്തോ ടെസ്റ്റ് ചെയ്യാനാണ് അല്ലെ? ടെസ്റ്റ് ക്രോസ്. ടെസ്റ്റ് ക്രോസിൽ പറയണത് എന്താന്ന് പറഞ്ഞാല് മെന്റൽ ക്രോസ്, മോണോഹൈബ്രിഡിന്റെ കാര്യമാണ് ആദ്യം പറയുന്നത്. മോണോഹൈബ്രിഡിന്റെ കാര്യമാണ്. മോണോഹൈബ്രിഡ്, മോണോഹൈബ്രിഡ് ക്രോസിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. മെന്റൽ ക്രോസ് tall plant of F2 progeny, tall plant of F2 progeny with recessive parent. ആലോചിച്ച് നോക്കുക. മെന്റൽ ക്രോസ് ചെയ്തത് ടോൾ പ്ലാന്റ് ഓഫ് F2 പ്രോജനി. F2 പ്രോജനിയിലെ ടോൾ പ്ലാന്റ് മോണോഹൈബ്രിഡിന്റെ ഫീനോടൈപ്പിക് റേഷ്യോ എന്താണ്? 3:1 അല്ലേ? 3:1. ഇതിൽ ടോൾ പ്ലാന്റ് ഇങ്ങനെ വന്നപ്പോഴും ടോളായി, ഇങ്ങനെ വന്നപ്പോഴും ടോളായി. ടെസ്റ്റ് ക്രോസ് എന്ന് പറഞ്ഞാൽ എന്താന്ന് പറഞ്ഞത്? മെന്റൽ ക്രോസ് F2യിലെ ടോൾ പ്ലാന്റിനെ, ടോൾ പ്ലാന്റ് ഓഫ് F2, ടോൾ പ്ലാന്റ് ഓഫ് F2 വിത്ത് ഡ്വാർഫ് പാരന്റ്. ഡ്വാർഫ് പാരന്റ് എന്ന് പറയുമ്പോൾ അതെന്താ? റെസസീവ് പാരന്റ് ആണ് അല്ലെ? ഡ്വാർഫ് പാരന്റ് എന്ന് പറയുമ്പോൾ അത് റെസസീവ് പാരന്റ് ആണ്. നോക്കുക, ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ ആണല്ലോ. ക്രോസസ് വിത്ത് റെസസീവ് പാരന്റ് എന്ന് പറയുന്നത് എന്താ? സ്മോൾ ടി സ്മോൾ ടി. ഇത് തമ്മിൽ ക്രോസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇവിടെ നിന്നൊരു ഗാമീറ്റ്, ഇവിടെ നിന്നൊരു ഗാമീറ്റ്, ഒറ്റ ഗാമീറ്റ് മാത്രമേ ഉള്ളൂ. നോക്കിയേ, ക്യാപിറ്റൽ ടി സ്മോൾ ടി, സ്മോൾ ടി സ്മോൾ ടി. റേഷ്യോ എത്രയാണ്? 1:1. മോണോഹൈബ്രിഡിന്റെ ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അതായത് ടെസ്റ്റ് ക്രോസിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഐഡന്റിഫൈ, അല്ലെങ്കിൽ എന്താണ് നമ്മൾ പറയുന്നുണ്ട്, F1 പ്രോജനിയിൽ എല്ലാ പ്ലാന്റും ടോള് കിട്ടി, അതിന്റെ ഫീനോടൈപ്പാണ് ടോള് കിട്ടിയത്, അതിന്റെ ജീനോടൈപ്പ് എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല. അപ്പൊ ടു ഡിറ്റർമൈൻ ഓർ ടു ഐഡന്റിഫൈ ദ ജീനോടൈപ്പ് ഓഫ് ദി F1 പ്രോജനി, അല്ലെങ്കിൽ F2 പ്രോജനിയിലെ ജീനോടൈപ്പ് എന്താണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ, മനസ്സിലാക്കാൻ, ഈസ് ഇറ്റ് ഹോമോസൈഗസ് ഓർ ഹെറ്ററോസൈഗസ്, അത് ഹോമോയാണോ ഹെറ്ററോ ആണോ എന്ന് അറിയാൻ വേണ്ടിയാണ് എന്തുള്ളത്? ടെസ്റ്റ് ക്രോസ് ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നോക്കിയേ, ഹെറ്ററോസൈഗസ് പ്ലാന്റിനെ ക്രോസ് വിത്ത് ഡോർഫ് പ്ലാന്റ് റേഷ്യോ കിട്ടിയത് എന്താണ്? 1:1. മോണോഹൈബ്രിഡ് ക്രോസിന്റെ ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്ന് പറയുന്നത് 1:1 ആണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അത് ക്യാപിറ്റൽ ടി എന്ന് പറയുന്ന ഒരെണ്ണം വന്നുല്ലോ അല്ലെ? ഇവിടെ 3:1 എന്ന് പറയുന്നത് ക്യാപിറ്റൽ ടി 1 വന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി 2 വന്നു. റേഷ്യോ നോക്ക്, 1:2:1. അതിൽ 1 എന്ന് പറയുന്നത് ഹോമോസൈഗസ് ഡോമിനന്റ്, 2 എന്ന് പറയുന്നത് ഹെറ്ററോസൈഗസ് ഡോമിനന്റ് ആണ് അല്ലെ? അപ്പൊ ഇത് വെച്ച് ക്രോസ് ചെയ്താൽ എന്ത് സംഭവിക്കും? എല്ലാ പ്ലാന്റും എന്ത് തന്നെയായിരിക്കും? ടോള് തന്നെയായിരിക്കും. F1 പ്രോജനിയിൽ ക്യാപിറ്റൽ ടി crosses with small t. All the progenies were tall. അല്ലേ? പക്ഷേ ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഓഫ് മോണോഹൈബ്രിഡ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആൻസർ 1:1 ആണ്. നമ്മൾ ക്രോസ് ചെയ്യുന്നത് അതിലെ ഹെറ്ററോസൈഗസ് ഇൻഡിവിജ്വലിനെ വെച്ചിട്ടാണ്. ഇനി അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, അപ്പൊ എന്താണ് ഡൈഹൈബ്രിഡിന്റെ ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്തായിരിക്കും? ഡൈഹൈബ്രിഡിന്റെ ടെസ്റ്റ് ക്രോസ് റേഷ്യോ എന്തായിരിക്കും? F1 ഡൈഹൈബ്രിഡിന്റെ F1 പ്രോജനീസിന്റെ ജീനോടൈപ്പ് എന്താ? ക്യാപിറ്റൽ R, സ്മോൾ r, ക്യാപിറ്റൽ Y, സ്മോൾ y. ഇതിൽ എല്ലാ പാരന്റും എല്ലാ പ്രോജനീസും എന്തായിരുന്നു? റൗണ്ട് യെല്ലോ ഡോമിനന്റ് ആയിരുന്നു. ഇതിനെ നമ്മൾ എന്ത് വെച്ച് ക്രോസ് ചെയ്യിക്കുകയാണ്? റെസസീവ് പാരന്റ് എന്ന് പറഞ്ഞാൽ സ്മോൾ r, സ്മോൾ y, സ്മോൾ y. നമുക്കറിയേണ്ടത് വാട്ട് ഈസ് ദ ജീനോടൈപ്പ് ഓഫ് ദിസ് ഇൻഡിവിജ്വൽ അല്ലെ? ഈ ഇൻഡിവിജ്വലിന്റെ ജീനോടൈപ്പ് എന്താണെന്നാണ് നമ്മൾ അറിയേണ്ടത്. അപ്പോ അതറിയാൻ
വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? F1 ജീനോടൈപ്പിനെ ക്രോസസ് വിത്ത് റെസസീവ് പാരന്റ്. നോക്കുക, ഇതിൽ നിന്നും എത്ര ഗാമീറ്റ് കിട്ടും? നമ്മളൊരു ഇക്വേഷൻ പഠിച്ചുല്ലോ, 2n. എത്ര ഹെറ്ററോസൈഗോട്ടാണ്? 2 എണ്ണം അല്ലേ? അപ്പൊ 2 എത്ര ഗാമീറ്റ് വരും? 4 ഗാമീറ്റ് വരും. ഏതൊക്കെയാണ് ഗാമീറ്റ്? ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y, ക്യാപിറ്റൽ R സ്മോൾ y, സ്മോൾ r ക്യാപിറ്റൽ Y, സ്മോൾ r സ്മോൾ y. ഇവിടുത്തെ ഗാമീറ്റ് ആകെ ഒരൊറ്റ ഗാമീറ്റ് അല്ലേ ഫോം ചെയ്യുള്ളൂ? രണ്ടും ഹോമോസൈഗസ് അല്ലേ? സ്മോൾ r സ്മോൾ y. ഇനി ഫെർട്ടിലൈസേഷൻ നോക്കുക, ക്യാപിറ്റൽ R സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y. ദേ ഇനി ഇതല്ല, ഇത് വെച്ചിട്ട് ക്യാപിറ്റൽ R സ്മോൾ y സ്മോൾ y. ഇനി ഇത് വെച്ചിട്ട് സ്മോൾ r ക്യാപിറ്റൽ Y സ്മോൾ y. ഇനി ഇത് വെച്ചിട്ട് സ്മോൾ r സ്മോൾ y സ്മോൾ y. നോക്കിയേ, റൗണ്ട് യെല്ലോ, ക്യാപിറ്റൽ R വന്നു ക്യാപിറ്റൽ Y വന്നു, റൗണ്ട് യെല്ലോ. ക്യാപിറ്റൽ R വന്നു, 2 സ്മോൾ y ആണ്. അപ്പൊ എന്താ? റൗണ്ട് ഗ്രീൻ. റൗണ്ട് യെല്ലോ, റൗണ്ട് ഗ്രീൻ. ഇതെന്താ? 2 സ്മോൾ r അല്ലേ? റിങ്കിൾ. ക്യാപിറ്റൽ Y വന്നില്ലേ? എന്തായിരിക്കും അപ്പൊ അത്? റിങ്കിൾ യെല്ലോ. ഇതോ 2 സ്മോൾ r 2 സ്മോൾ y, എന്താ? റിങ്കിൾ ഗ്രീൻ. എന്ന് പറഞ്ഞാൽ എന്താ? റേഷ്യോ 1:1:1 അല്ലേ? 1 റിങ്കിൾ യെല്ലോ, സോറി, 1 റൗണ്ട് യെല്ലോ ഈസ് ടു 1 റൗണ്ട് ഗ്രീൻ ഈസ് ടു 1 റിങ്കിൾ യെല്ലോ ഈസ് ടു 1 റിങ്കിൾ ഗ്രീൻ. അപ്പോ ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഓഫ് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:1. ടെസ്റ്റ് ക്രോസ് റേഷ്യോ ഓഫ് ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1:1:1. എന്തിനു വേണ്ടിയാ ടെസ്റ്റ് ക്രോസ്? ആ ഇൻഡിവിജ്വല്, നമുക്കിപ്പോ F2 പ്രോജനി ആണെങ്കിൽ F2, F1 ആണെങ്കിൽ F1, ആ പ്രോജനിയുടെ ജീനോ ടൈപ്പ് ഏതാണ് അതറിയാൻ വേണ്ടിയുള്ളതാണ് എന്ത്? ടെസ്റ്റ് ക്രോസ്. അപ്പൊ എന്തായിരിക്കും ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാല്? ഇപ്പൊ ടെസ്റ്റ് ക്രോസ് ഞാൻ പറഞ്ഞു. അപ്പൊ എന്താണ് ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ? എന്താ ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ? എന്താ ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ദ പ്രോജനി ഫ്രം F1 or F2, F1ലെയോ F2ലെയോ പ്രോജനിയെ ക്രോസ് വിത്ത് ഐദർ ഡോമിനന്റ് ഓർ റെസസീവ് പാരന്റ്. ഏതെങ്കിലും ഒരു, ഒന്നില്ലെങ്കിൽ ഡോമിനന്റ് പാരന്റ് ആയിട്ട്. ഡോമിനന്റ് പാരന്റ് ആയിട്ട് എന്ന് പറഞ്ഞാൽ ഡോമിനന്റ് ഹോമോസൈഗസ് പാരന്റ്, ക്യാപിറ്റൽ R ക്യാപിറ്റൽ R ക്യാപിറ്റൽ Y ക്യാപിറ്റൽ Y. അതുമല്ലെങ്കിൽ റെസസീവ് പാരന്റ് എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ r സ്മോൾ y സ്മോൾ y. ഏതെങ്കിലും ഒരു പാരന്റ് ആയിട്ട് ബാക്ക്, തിരികെ ബാക്കിലേക്ക് ഏതെങ്കിലും ഒരു പാരന്റ് ആയിട്ട് ക്രോസ് ചെയ്യുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്ത്? ബാക്ക് ക്രോസ്. ടെസ്റ്റ് ക്രോസ് എന്തിനു വേണ്ടിയാ? ടെസ്റ്റ്. എന്താ ടെസ്റ്റ് ചെയ്ത് അവിടെ? നമുക്ക് അറിയേണ്ടത് എന്താ? ജീനോടൈപ്പ് ആണ്. ഓക്കെ, അപ്പൊ അത് തമ്മിൽ മാറിപ്പോകരുത്. ടെസ്റ്റ് ക്രോസ് റേഷ്യോ ആണ് മോണോ ഹൈബ്രിഡ് 1:1, ഡൈ ഹൈബ്രിഡ് 1:1:1. ബാക്ക് ക്രോസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പ്രത്യേകിച്ച് നമ്മളൊരു ബെനിഫിറ്റ്സ് ഒന്നും പറയുന്നില്ല, അതിന് പ്രത്യേകിച്ച് സിഗ്നിഫിക്കൻസ് ഇല്ല. അത് ജസ്റ്റ് ആ പാരന്റ് ആയിട്ട് തന്നെ തിരികെ ക്രോസ് ചെയ്യുന്നതാണ് ബാക്ക് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ പഠിച്ചത് മോണോ ഹൈബ്രിഡ്, ഡൈ ഹൈബ്രിഡ്. ഇത് രണ്ടുമായിരുന്നു മെന്റലിന്റെ എക്സ്പെരിമെന്റ്സ്, മോണോ ഹൈബ്രിഡും ഡൈ ഹൈബ്രിഡും. ഇനി ഇതിന്റെ കുറെ വേരിയേഷൻസ് ആണ് ഇനി അടുത്ത ക്ലാസ്സിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ ഈ ക്ലാസ്. അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്കിനി ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്, കോഡോമിനൻസ്, അതായത് മെന്റൽ പറയുന്നത് എന്താണ്? ക്യാരക്ടേഴ്സ് ഒരിക്കലും ചേഞ്ച് ആകുന്നില്ല. F1 പ്രോജനിയിൽ കിട്ടാത്ത പാരന്റിനെ F2 പ്രോജനിയിൽ കിട്ടുന്നുണ്ട്, ക്യാരക്ടേഴ്സ് ബ്ലെൻഡ് ചെയ്യുന്നില്ല. പക്ഷേ ഇനി വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കാൻ പറയുന്ന ക്രോസ് പറയുന്നത് ഇതിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. അതായത് മെന്റൽ പറഞ്ഞതിൽ നിന്നും വേരിയേഷൻസ് വരുന്നുണ്ട്, റേഷ്യോസും വേരി ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ചാണ് ഇനി അടുത്ത ക്ലാസ്സിൽ. ഓക്കെ, താങ്ക് യു.